എൻ്റെ അടുത്ത് വന്ന ഒരു ചെറുക്കനെ പിടിച്ച് മാറ്റിയിട്ടായിരുന്നു. മാറുന്നില്ലടാ, തൊട്ടാ കറുത്തു പോകും. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമായത്. ഇപ്പൊ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ സുന്ദരി എന്ന് പറയുന്ന ഇവളാണ്. മുത്തി ചേച്ചിയെ കാണാൻ എന്ത് സുന്ദരി, എല്ലാ കമന്റിലും നമ്മളെയൊക്കെ മാറി കിടന്ന് ഇവിടെ നമുക്ക് ഭയങ്കര കാണാൻ നല്ല ഐശ്വര്യമാണ്. അയ്യോ ഇത്രയും കൊച്ചു പിള്ളേരാണ്, നല്ല സുന്ദരികളാണല്ലേ. ഞാളിനി കമന്റ് സുന്ദരി അല്ലെന്ന് പറയണത്. അതാണ് കോമഡി. അത് കേൾക്കാനും കൂടെ ഞാൻ വന്നത്. പറ. ഇവിടെ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞാല് ഒരു മരണ വീട്ടിൽ വെച്ചാണ് തുടങ്ങിയത്. അത് ഫേസ്ബുക്ക് പ്രണയം. യൂട്യൂബ് നിർത്താൻ വരെ പറഞ്ഞിട്ടുണ്ട്. കുടുംബത്തിൽ പിറന്ന ആരും യൂട്യൂബ് ഒന്നും തുടങ്ങാറില്ല. അതും പുറത്തുള്ള ആൾക്കാരല്ല, നമ്മളെ വീട്ടിനുള്ളിലുള്ള ആൾക്കാർ ആൾക്കാരാ. അപ്പൊ അതെങ്ങനെ ഈ പെമ്പുള്ളവരൊക്കെ ഇങ്ങനെ 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 ചാടി നടക്കുന്നതൊന്നും അത്ര ശരിയുള്ള കാര്യമൊന്നുമല്ല എന്ന് പറയും. കല്യാണം കഴിഞ്ഞു, നാലാമത്തെ ഇവിടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പൊ ആൾക്കാർ ചോദിച്ചു തുടങ്ങുമല്ലോ. ഇല്ല, എല്ലാവരും യൂട്യൂബില് ചോദിക്കുന്നുണ്ട് നിങ്ങളെ കെട്ടുന്നില്ലേ, മുതുക്കായല്ലോ, അവർക്കാണ് പ്രശ്നം. എന്റെ കൂടെ ഇന്ന് 4 പെൺതരികളാണ് ട്ടോ ഉള്ളത്. ടീം ബ്ലാക്ക് ഹണ്ടേഴ്സ് ടീം. വെൽക്കം. ഇങ്ങനെ സ്റ്റക്കായി എന്താ ചെയ്യണ്ടേന്ന് അറിയാൻ പാടില്ല. യൂട്യൂബ് ചാനലൊക്കെ എങ്ങനെ പോണു? കുഴപ്പമില്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. കുഴപ്പമില്ലാതെ പോണു. ഇപ്പൊ കല്യാണത്തിരക്കിലാണ് ഇവരൊക്കെ, ഭയങ്കര ബിസിയാണ് ആൾക്കാരൊക്കെ. കല്യാണം കഴിഞ്ഞ ഒരാളും കൂടി ഉണ്ട്. ഇനി കല്യാണം കഴിക്കാനായിട്ട് അടുത്ത രണ്ടുപേര് ഇങ്ങനെ റെഡി ആയി നിൽക്കുകയാണ്. അതിന്റെ ഷോപ്പിങ്ങും ബേളൊക്കെയാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. എവിടം വരെ ആയി ഷോപ്പിംഗ് ഒക്കെ? ഷോപ്പിംഗ് ഒക്കെ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അതിന് സ്വർണത്തിന്റെ കുറച്ച് അത് ആഡായിരുന്നു തോന്നുന്നു അല്ലേ? ലവ് മാരേജ് ആയിരുന്നു. ലവ് മാരേജ് ആണ്, പക്ക ലവ് വിത്ത് അറേഞ്ച്. ഓ, അതാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് വിജയകരമായി പൂർത്തിയാക്കി. ഇവിടെയും ലവ് മാരേജ് ആയിരുന്നു. അതിന്റെ എന്താ പറയാ, അതിന്റെ ചെറിയ കുട്ടി സ്റ്റോറി ഒക്കെ ഇല്ലേ? അതാണ് കോമഡി. അത് കേൾക്കാനും കൂടെ ഞാൻ വന്നത്. പറ. ഇവിടെ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞാല് ഒരു മരണ വീട്ടിൽ വെച്ചാണ് തുടങ്ങിയത്. അത് ഫേസ്ബുക്ക് പ്രണയം. ഫേസ്ബുക്ക് പ്രണയമായിരുന്നു. ഇവര് ശരിക്കും പറഞ്ഞ കസിൻസ് ആണ് ട്ടോ. ഇവർ രണ്ടും നാത്തൂന്മാരാണ്. ഫസ്റ്റ് നമ്മൾ ഈ വീഡിയോസ് ഒക്കെ കാണുമ്പോ എന്താ വിചാരിക്കണെന്നറിയോ? നിങ്ങൾ ഫ്രണ്ട്സ് ആണെന്നാണ് വിചാരിക്കുന്നത്. എല്ലാവരും അങ്ങനെയാണ് ചോദിക്കുന്നത്. ഫ്രണ്ട്സ് ആണെന്നാ ചോദിക്കുക. പക്ഷെ പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ മനസ്സിലാക്കുക ഇവര് ഫ്രണ്ട്സ് അല്ല ഗൈസ്, കസിൻസ് ആണ് എന്നുള്ളത്. 2 പേര് കുഞ്ഞമ്മയുടെ മക്കളും 2 പേര് നാത്തൂന്മാരും ആണ്. അതെ, മരണ വീട്ടിൽ ചെന്നപ്പോഴേക്ക് പറ്റിയതാണ്. ഇല്ലെങ്കിൽ ഇങ്ങനെയൊന്നും വരാനൊരു ചാൻസും ഇല്ല. ഈ യൂട്യൂബ് ചാനലില്ലേ, എങ്ങനെ തുടങ്ങാന്നൊക്കെ ആരെ ഫസ്റ്റ് പറഞ്ഞു? നിങ്ങൾ 4 പേരില് ആരെങ്കിലും ഒരാളായിരിക്കുമല്ലോ അത് പറഞ്ഞിട്ടുണ്ടാവും. കൊറോണ ആയിട്ട് ആകെ മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുമായിരുന്നു. ആ സമയത്തായിരുന്നു എന്റെ പ്രണയവും കൂടെ പിടിച്ച ടൈം. അപ്പൊ ആ ഒരു ലെവലൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആകെ മൂകതയും വിഷമൊക്കെ ആയി. പിന്നെ ഇവളെ വീട്ടിലാകെ സീനായിരുന്നു. എല്ലാരും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന ടൈമിലായിരുന്നു അണ്ണന്റെ കല്യാണമൊക്കെ കഴിഞ്ഞു. അപ്പൊ മുട്ടേ വന്നു. അപ്പൊ മുന്നേ പറഞ്ഞു, ചേച്ചി നമ്മൾ എന്തിനിങ്ങനെ വെറുതെ ഇരിക്കുന്നത്, നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ എല്ലാരും ഇപ്പൊ യൂട്യൂബ് ചാനലാണ് തുടങ്ങുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത സംഭവമാണ്, വെറുതെ തുടങ്ങിയ കാര്യമാണ്. അങ്ങനെ ഈ നിലയിൽ വരെ എത്തി. ഇപ്പൊ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നിങ്ങൾക്ക്? ഇപ്പൊ 15 ലക്ഷം ആവാറായി. അത്യാവശ്യം വരുമാനമൊക്കെ ആയി തുടങ്ങുമ്പോ അപ്പുറത്തോട്ടൊക്കെ നടക്കുന്ന ആൾക്കാരൊക്കെ ചോദിക്കും, ഇപ്പൊ വലിയ കാശൊക്കെ ആയില്ലേ? ചോദിക്കാറുണ്ട്. പൈസക്ക് എന്തിനാണ് വെറുതെ ദൂർത്തടിച്ച് കളയുന്നത്? അന്ന് മേടിക്കാൻ പറ്റാത്ത സാധനങ്ങളൊക്കെ ഇന്ന് നമ്മള് മേടിക്കുന്നുണ്ട്. അന്ന് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. പല ആൾക്കാരും ഇട്ടുകൊണ്ട് നടക്കുന്ന കാണുമ്പോ ഇപ്പൊ നമ്മളെ സ്വന്തം പൈസക്ക് വില പോലും നോക്കാറില്ല. പോയി പൈസ ഒന്നൊരു പ്രശ്നമില്ല. യൂട്യൂബ് നിർത്താൻ വരെ പറഞ്ഞിട്ടുണ്ട്. കുടുംബത്തിൽ പിറന്ന ആരും യൂട്യൂബ് ഒന്നും തുടങ്ങാറില്ല. അങ്ങനെ കാരണം ഇവിടെ ഒരു ഇതല്ലേ, ആയതുകൊണ്ട്. അതും പുറത്തുള്ള ആൾക്കാരല്ല, നമ്മളെ വീട്ടിനുള്ളിലുള്ള ആൾക്കാരാ. അപ്പൊ അതെങ്ങനെ? ഇവര് പറയും നമ്മൾ യൂട്യൂബ് ഒന്നും തുടങ്ങുന്ന അത്ര നല്ലതൊന്നും അല്ല, ഈ പെമ്പുള്ളവരൊക്കെ ഇങ്ങനെ 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 ചാടി നടക്കുന്നതൊന്നും അത്ര ശരിയുള്ള കാര്യമൊന്നും അല്ല എന്ന് പറയും. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു ഈ മുന്നേടെ മുത്തിന്റെ അച്ഛനൊക്കെ ഗൾഫിൽ നിന്ന് ഒരുപാട് കുറച്ച് അസുഖമായിട്ടാണ് വരുകയുണ്ടായി. അപ്പം അവരെ ഇതൊക്കെ നല്ല രീതിയിൽ പോകുന്നത്. അപ്പം ഫിനാൻഷ്യലി ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായ ഒരു സ്റ്റേജ് ഇവര് നമുക്ക് കൊണ്ടുതരുമോ പൈസ?
ഉണ്ടാക്കണം, ഈ പറയുന്നവരോട് കേൾക്കാൻ കേട്ടോ. അവര് നിൽക്കുള്ളൂ, സഹായിക്കാൻ നിൽക്കത്തില്ല. അപ്പൊ ഇപ്പൊ എനിക്ക് തോന്നുന്നു ആ വീട് മുന്നോട്ട് പോകുന്നത് ഈ ഒരു യൂട്യൂബിന്റെ ആ ഒരു ഇതുകൊണ്ട്. ഇപ്പൊ ആദ്യമേ നിങ്ങളെ ഒരുപാട് പേര് എന്താ പറയാ ബാക്കൗട്ട് വലിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പൊ ആ ഒരു സമയത്ത് തന്നെ നമ്മൾ ഒരു വീഡിയോ ഇട്ടാൽ തന്നെ കളിയാക്കലുകൾ ഒരുപാടായിരിക്കും. എന്തോരം സ്ട്രഗിൾ ചെയ്തിട്ടാ നിങ്ങൾ ആ ഒരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്? നമ്മൾ ആദ്യമൊക്കെ വീഡിയോ ഇട്ടിരുന്നപ്പോൾ നെഗറ്റീവ് കമന്റ്സ് ആയിരുന്നു. അപ്പൊ നമ്മൾ വിചാരിച്ചു ഇപ്പൊ നിർത്താം, ഇതിന്റെ ആവശ്യമില്ല, വെറുതെ ചീത്ത വീഡിയോയും ഒരുപാട് ബാഡ് കമന്റ്സ് നമ്മൾ കണ്ടതാണ്. അപ്പൊ നമ്മൾ വിചാരിച്ചു ഇനി മുന്നോട്ട് പോയാൽ ശരിയാവത്തില്ല, നിർത്താന്ന് വിചാരിച്ചു. പക്ഷേ നമ്മളൊരു വീഡിയോ ഇട്ടപ്പോൾ അത് കൊണ്ടങ്ങ് വൈറലായി. അത് ഏത് വീഡിയോ ആയിരുന്നു? അത് നമ്മള് തോട്ടിൽ മീൻ പിടിക്കാൻ പോയി. അത് പക്ഷെ കണ്ടന്റ് ബേസ്ഡ് ആയിരുന്നു. അത് അങ്ങ് വൈറലായെന്ന് പറഞ്ഞാൽ ബാഡ് കമന്റ്സ് ആയിരുന്നു, പക്ഷെ വ്യൂസും ഇതൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. കമന്റ് ഒരുപാടുള്ളതുകൊണ്ട് പിന്നെ വീണ്ടും നമ്മള് അതേപോലെ കണ്ടന്റ് വീഡിയോസ് മെയിൻറ്റെയിൻ ചെയ്ത് ഇത്രയും നാളും കണ്ടന്റ് വീഡിയോസ് ആണ് മെയിൻറ്റെയിൻ ചെയ്തത്. ഞാനിങ്ങനെ നോക്കിയപ്പോഴേക്കും ചെറിയൊരു ബ്രേക്ക് എടുത്തതായിട്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നീട് നോക്കിയപ്പോഴാണ് മനസ്സിലായത് നിങ്ങളെ ലോങ് വീഡിയോസ് ഇടുന്നതാണ്. അപ്പൊ നിങ്ങൾ ഈ ഷോർട്ട് വീഡിയോസ് ഒക്കെ അല്ലേ കൂടുതൽ ഇടാറ്? അപ്പൊ അതിന്റെ കണ്ടന്റ്സും അതിന്റെ എന്താ പറയാ കൺസെപ്റ്റ് ഒക്കെ ആരുടെ തലയില അതൊക്കെ ഞാൻ ചേച്ചിയുടെ തലയിൽ കണ്ടന്റ് റാണിയാണ്. ഞാൻ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് കാണും. അപ്പൊ എന്റെ മനസ്സിൽ ഒരു വാക്ക് കിട്ടിയാൽ മതി, അത് നമ്മൾ ഡെവലപ്പ് ചെയ്യും. ഞാൻ കണ്ടന്റ് സെറ്റ് ചെയ്തിട്ട് ഇവരെ കിടന്ന് വിളിക്കണം, ആരും ടൈമിൽ വരത്തില്ല. അതൊക്കെയാണ് ഇവളാ മടിച്ചു, ഭയങ്കര മടി. ഞാനാണ് മടിച്ചെന്ന് അങ്ങ് പറഞ്ഞിട്ടുണ്ട് നേരത്തെ. ഇതിപ്പോ ഇവരെയൊക്കെ മാനേജ് ചെയ്തത് ഓരോ ആൾക്കാരും പല പല സ്ഥലത്തായിരിക്കും, പല പല സമയത്തായിരിക്കും അവൈലബിൾ ആയിട്ടുണ്ടാവുക. ഇതൊക്കെ എങ്ങനെയാ നിങ്ങൾ മാനേജ് ചെയ്യുന്നുണ്ടാവുക? വന്നില്ലെങ്കിൽ നല്ല വഴക്ക് കൊടുക്കും, അപ്പൊ വരും എല്ലാവരും. ഒരു വഴക്കിൽ അപ്പൊ തന്നെ വീട്ടിൽ എന്തായിരിക്കും മാക്സിമം പോയ എന്തോരം ചീത്ത വിളിക്കും? ചീത്തൊന്നും വിളിക്കത്തില്ല, നല്ല വഴക്ക് പറയും, അത്രേ. എത്ര വീഡിയോസ് എടുക്കും ഒരു ദിവസം? ഡെയിലി നമ്മള് എനിക്ക് തോന്നുന്നു ഷോർട്സ് ഡെയിലി നമ്മള് വീഡിയോ ഇട്ടാ എനിക്ക് തോന്നുന്നു അത്ര എന്റെ ഒരു ഇതാണ്. നമുക്ക് ഡെയിലി ഷോർട്സ് ഇട്ടാൽ നമ്മളെ ചാനൽ ഒരിക്കലും നല്ല രീതിയിൽ റീച്ച് കിട്ടും. ഒരു ദിവസം ഗ്യാപ്പ് കൊടുക്കണം, അപ്പോഴേ ഈ ഒരു പഴയ വീഡിയോ കുറച്ചുകൂടെ റീച്ച് കേറാൻ പറ്റത്തുള്ളൂ. എനിക്ക് തോന്നിയൊരു കാര്യമാണ് അതാ. പിന്നെ നമ്മള് ക്യാപ്ഷൻ കൊടുക്കുമ്പോഴൊക്കെ ഹാഷ്ടാഗ് നമ്മൾ എന്തുമായിട്ട് ബന്ധപ്പെട്ട അത് കൊടുക്കണം. പിന്നെ ഡിസ്ക്രിപ്ഷനൊന്നും കൊടുത്തേണ്ട ആവശ്യമില്ല, ഷോർട്സിന് വേണ്ട, നല്ല ലോങ് വീഡിയോ ഒക്കെ വേണം. ഇത് ഇതിന്റെ ക്ലാസ് ആയിരുന്നു. പൈസ ഒക്കെ എങ്ങനെയാ നിങ്ങൾ മാനേജ് ചെയ്യുന്നത്? അതായത് 4 പേർക്കായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കും, അതോ ഷെയർ അങ്ങനെയൊക്കെ ഉണ്ടോ? അക്കൗണ്ട് ഇല്ല, എന്റെ അക്കൗണ്ടിൽ വരെ നമ്മളെ യൂട്യൂബിൽ നിന്ന് പ്രൊമോഷനാണ് എനിക്ക് ഒന്ന് കൂടുതൽ പൈസ തരണം. അപ്പൊ ഒരു കറക്റ്റ് എമൗണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് എല്ലാവർക്കും അയച്ചു കൊടുക്കും. എന്നിട്ട് ഞാൻ പൈസ അയച്ചിട്ടുണ്ടേ എന്ന് പറയും, ഗ്രൂപ്പുണ്ട് അയച്ചിട്ടുണ്ട്. അപ്പൊ ഒരു ഹാപ്പി ആയിട്ട് അന്ന് പിന്നെ ഫുൾ പർച്ചേസ്, പിന്നെ സമാധാനം കാണൂല. സ്റ്റുഡിയോയിൽ പോവേണ്. സ്റ്റുഡിയോ നിങ്ങളുടെ മറ്റേ ആസ്ഥാന സ്ഥലം KFC. ഇപ്പൊ ആളുകളൊക്കെ ചോദിക്കാറില്ല ഈ പൈസ കൊണ്ടൊക്കെ നിങ്ങൾ എന്താ ചെയ്യണേ, അല്ലെങ്കിൽ സേവിങ്സ് ഒക്കെ ആക്കി വെക്കണം അങ്ങനെയൊക്കെ പറയാറുണ്ട്. കല്യാണം ആവാറാകുമ്പം എനിക്ക് കുറച്ച് ആഗ്രഹമുണ്ട്, എന്റേതായ രീതിയിൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചെയ്യണമെന്നുണ്ട്. അമ്മേനെ അച്ഛനെ അത്രയും ബുദ്ധിമുട്ടിക്കണ്ട, അങ്ങനെ വേണ്ടിട്ട് ഞാൻ ഒരുപാട് സേവ് ചെയ്ത് പറയില്ല. ഈ ബ്ലാക്ക് ഹണ്ടേഴ്സ് എന്നുള്ളൊരു പേര് വന്നത് എങ്ങനെയാ? അത് എന്താ നിങ്ങൾ ഉദ്ദേശിച്ചത്? അത് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇങ്ങനെ വീട്ടിലെ പ്രണയമൊക്കെ പിടിച്ചിരിക്കുന്ന സമയത്ത് ഫോൺ പോയി. അപ്പൊ കൊറോണ ടൈമില് വെളിയിൽ ഇറങ്ങാനും പറ്റത്തില്ല. അപ്പൊ അണ്ണനാണെങ്കിൽ ഫോണും മേടിച്ച് തരത്തില്ല. അങ്ങനെ ഇരുന്നിരുന്നിരുന്ന് ബ്രദറിനെ പ്രേമിച്ച് കെട്ടാം, എനിക്ക് നമുക്ക് ആയിക്കൂടാ അങ്ങനെ അല്ലേ? അതെ അതെ, അത് എല്ലാ വീട്ടിലും അങ്ങനെ ആണല്ലോ. അത് ചേട്ടന്റെ സ്നേഹം കൊണ്ടായിരിക്കും. അല്ല, അവര് ചെയ്യുന്നത് കറക്റ്റ് ആയിരിക്കും, മനസ്സിലായോ? അപ്പൊ അനിയത്തി എന്തെങ്കിലും തെറ്റായി പോയോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും. അനിയത്തിയുടെ ഭാവി സേഫ് ആക്കാനല്ലേ എല്ലാവരും വിചാരിക്കും. ആണ് അങ്ങനെ ഫോൺ മേടിച്ചു തന്നു. അപ്പം ഈ വീട്ടിലാണെങ്കിൽ ഈ ടോർച്ചർ, ഈ കല്യാണം ഇതെങ്ങനെ കളയണമെന്ന് പറഞ്ഞു. അപ്പൊ ആ സമയത്ത് നിഗൂഢമായിട്ടുള്ള ഒരു എന്താണ് ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്യണോന്ന് വിചാരിച്ച് വെച്ചതാ. അത് പിന്നെ യൂട്യൂബ് ചാനൽ പിന്നെ പേര് മാറ്റാൻ പോയില്ല, ആ ഒരു മെയിൽ ID വെച്ച് തന്നെ പിന്നെ ആ ഒരു ബ്ലാക്ക് ഹണ്ടർ തന്നെ മുന്നോട്ട് പോയി. അപ്പൊ നിങ്ങൾക്ക് ഈ പേര് ഓക്കെ ആയിരുന്നു? എന്ത് പേരാണെങ്കിലും പ്രശ്നമില്ല, യൂട്യൂബ് ഉണ്ടായാൽ മതി അവിടെ. അതായിരുന്നു നമുക്ക് നമ്മളെ ചേട്ടത്തിക്ക് ഒരു ചാനൽ ഉണ്ടായിരുന്നു. ചേട്ടത്തി എന്ന് പറയുമ്പോ
അത് നമ്മളൊരു വല്യമ്മേര് അവര് പുറത്താണ് ഇതുണ്ടല്ലോ, ഇവര് വലിയ വല്യമ്മയുടെ, കുഞ്ഞമ്മയുടെ, അമ്മാവന്റെ മോൻ എന്നൊക്കെ പറഞ്ഞോളെ. എനിക്ക് ഇതുവരെ വന്നിട്ട് ഞാൻ കസിൻസ് ആണെന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ കണക്ഷൻ പറഞ്ഞിട്ട് ആദ്യം ഞാൻ ഇങ്ങനെ ഇരുന്ന് കുറച്ചു നേരം പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. പറ അമ്മാവന്റെ. അല്ലല്ലോ വല്യമ്മയുടെ മോന്റെ വൈഫ് അവര് പുറത്താണ്. അപ്പൊ അവർക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവര് കയറി ക്ലിക്ക് ആവുന്ന കാണുമ്പോ നമ്മക്കൂടെ തുടങ്ങി കൊണ്ടുവന്നപ്പോ ചേട്ടത്തി പ്ലേ ബട്ടൺ വരുമ്പോ നമ്മക്കൂടെ ഇത് കാണിച്ചു തന്നെ തൊടാൻ സിൽവർ അങ്ങനെ നമ്മൾ ഗോൾഡ് മേടിച്ചു. നമ്മൾ സ്വന്തമായിട്ട് ഗോൾഡ് മേടിച്ചു. നമ്മളെ വീട്ടിലുണ്ട്. വീട്ടിലുണ്ട്. ഇതൊക്കെ എവിടെയാ സൂക്ഷിച്ചു വെക്കുക? എന്റെ വീട്ടിലാണ് സൂക്ഷിച്ചു. നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ ഷൂട്ട് ചെയ്യാനായിട്ട് പ്രത്യേക സ്ഥലങ്ങൾ അല്ലെങ്കിൽ മീറ്റിംഗ്സ് ഒക്കെ കൂടാനായിട്ട് പ്രത്യേക സ്ഥലങ്ങൾ അങ്ങനെ വീട്ടിന്റെ അല്ലാണ്ട് പുറത്തേക്ക് പോകുന്ന പരിപാടി അങ്ങനെയൊന്നുമില്ല? ട്രിപ്പുകൾ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പോവാറുണ്ടോ നിങ്ങൾ? അമ്മ വിടാറില്ല. അമ്മ വിടാറില്ല. സ്റ്റുഡിയോ മാത്രം. സിനിമ അമ്മ വീട്ടിൽ നിന്ന് അങ്ങനെ വിടൂല. ആണോ? അതല്ലേ പറഞ്ഞു നമ്മളൊരു ഗ്രാമമാണ്. എന്നാലും ഒരു ട്രിപ്പൊക്കെ പോണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. കല്യാണം കഴിച്ചിട്ടാണ് ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റുക. ഇനിയിപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇവര് 3 പേരും കല്യാണം കഴിഞ്ഞു. ഇനിയിപ്പൊ മൂന്നാമത്തെ നാലാമത്തെ ആള് ഇവിടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പൊ ആൾക്കാർ ചോദിച്ചു തുടങ്ങുമല്ലോ കല്യാണം ഒന്നായില്ലേ, വീടിന്റെ ഫ്രണ്ടിൽ വല്ല ഇനി എഴുതി ഒട്ടിക്കണം. ചോദിച്ചു തുടങ്ങി. അതിന് ഇപ്പഴേ എഴുതി വെക്കണം അവിടെ. ഇല്ല, എല്ലാവരും യൂട്യൂബില് ചോദിക്കുന്നുണ്ട് നിങ്ങൾ കെട്ടുന്നില്ലേ, മുതുക്കായല്ലോ. അവർക്കാണ് പ്രശ്നം. നമ്മളെ കെട്ടാതിരിക്കുന്നതിന് അവർക്കാണ് പ്രശ്നം. ഒരു കുറച്ചൊരു ഏജ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കെട്ടിയില്ലെങ്കിലാണ് നാട്ടുകാർക്കും സാധാരണ ഇല്ലാത്ത വിഷമമാണ് നാട്ടുകാർക്ക്. സാധാരണ ഈ പെൺകുട്ടികൾ കൂടിയിട്ട് ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കുമ്പോഴേക്കും പൊതുവെ ഇങ്ങനെ ഒരു കരക്കമ്പി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പരദൂഷണവും തല്ലും ഒക്കെ ആവും. ഇത് അടിച്ചു വിരിഞ്ഞു പോകും. അങ്ങനെയാണ് നമ്മള് സാധാരണ ഒരു കേട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തോന്നും നിങ്ങൾ അത് അപ്പാടെ അങ്ങ് മാറ്റിയിട്ടില്ലേ? അതെ അതെ, മാറ്റിയിട്ടുണ്ട്. പരദൂഷണം അങ്ങനെയൊന്നുമില്ല, അല്ലാത്ത രീതിയിലായി ചെറിയ പെൺപിള്ളേരല്ലേ നമ്മള്. ആരായാലും ഒത്തുവിടുമ്പം ഇപ്പൊ പറഞ്ഞു പോകും. ഇപ്പൊ ചേച്ചി അതുവഴി പോകുമ്പോ പോണം നോക്കടി അങ്ങനെ പറഞ്ഞു പോകും. ആരായാലും പോകും. അത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലു പിടിച്ചിട്ടില്ലല്ലോ ഇതുവരെ? എന്തോ കഥയുണ്ട്. അങ്ങനെയില്ല, വഴക്ക് കൂടുന്നത് ഈ വീഡിയോ എടുക്കാൻ സമയത്ത് വരാത്തതിന് അത്രേ ഉള്ളൂ. അല്ലാതെ ഇവർ രണ്ടൊരു വീട്ടിൽ കിടന്നു തന്നെ അടി ആവാറായി. ഞാൻ അടി കൂടൂല എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അടി തുടങ്ങിയത്. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും സിസ്റ്റേഴ്സ് അല്ലേ? അപ്പം എന്താണ് നിങ്ങൾ അല്ലാണ്ടുള്ള കണ്ടന്റ്സ് ഒക്കെ പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങളുടേതായിട്ടുള്ള സജഷൻസും കാര്യങ്ങളും അല്ലെങ്കിൽ റിയൽ ലൈഫിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇൻസ്പയർ ചെയ്ത് വീഡിയോ ചെയ്യാറുണ്ട്? സിസ്റ്റേഴ്സ് ആകുമ്പോഴത്തേനെ കുറച്ചുകൂടി ഈ അങ്ങനത്തെ തല്ലുപിടുത്തങ്ങൾ വേറെ ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ എന്തൊക്കെ അപരാധം നമ്മളെ സ്വന്തം വീഡിയോ ചെയ്തത്. അതാണല്ലേ നിങ്ങൾ അവർക്ക് മറുപടി കൊടുക്കും. അങ്ങനെയാണ് നിങ്ങൾ കൺസെപ്റ്റ് ഒക്കെ പ്ലാൻ ചെയ്യുക. അപ്പൊ ഇപ്പൊ ഞാൻ ഇവരുടെ വീഡിയോ ഞാൻ ഇപ്പൊ വന്നു കയറിയപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് അറിയത്തേ ഇല്ല, അറിയാത്തൊരു സമയത്ത് കണ്ട വീഡിയോ ആണ്. ഒരു കണ്ണ് കാണില്ലാത്ത ഒരു കുട്ടിയുടെ ഒരു വീഡിയോ ട്ടാ. അപ്പൊ ഞാനിപ്പോ അത് എപ്പോഴോ എന്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇവരെ വിളിച്ചപ്പോഴേക്കും ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴാ ഇത് ഇവിടെ ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷെ ഓർമ്മയില്ല, എപ്പോഴോ ചെയ്ത വീഡിയോസ് ആണ്. നല്ല റീച്ച് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്, ഭയങ്കര റീച്ച് ആയിട്ടുള്ള. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു അത് കണ്ടിരിക്കാനായിട്ടൊരു. അറിയുന്നവരത് ചോദിക്കാറുണ്ട് ആ വീഡിയോസ്. അതൊക്കെ നിങ്ങൾ എങ്ങനെയാ പ്ലാൻ ചെയ്തെടുത്തത്? അല്ലെങ്കിൽ അത് കണ്ടന്റ് ഒക്കെ അതും എല്ലാം ചേച്ചിയെടുത്താലേ എങ്ങനെയാ ഇപ്പൊ കൺസെപ്റ്റ് നിങ്ങൾ പക്ക സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതോ അതോ ഇങ്ങനെ പറഞ്ഞു പോകില്ല? ആ ഒരു ടൈമിൽ നമുക്ക് എന്ത് തോന്നുന്നു അതാ എടുക്കും. അല്ല നമ്മള് വേറെ ഒന്നും ചെയ്തില്ല. എന്താണ് ആ ഒരു തോന്നുന്നത്? ചില നിങ്ങളുടെ വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞാലേ അത് ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള രീതിയിലാണ്, ഒരു കിഡ്നി ടച്ചിങ് ആയിട്ടുള്ള രീതിയിലാണ് വരാറ്. അപ്പൊ അങ്ങനത്തെ ടൈപ്പ് ഓഫ് കണ്ടന്റ്സ് ഒക്കെ നിങ്ങൾ എവിടെന്നാ ചൂസ് ചെയ്തെടുക്കുക? അത് റിയൽ ലൈഫിലെ ഏതെങ്കിലും കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഇൻസ്പയർ ചെയ്തിട്ട് ചെയ്യുന്നതാണോ അതോ എങ്ങനെയാണ്? ഇല്ല, നമ്മൾ ഒരു വീഡിയോ ഇടുമ്പം ആൾക്ക് എങ്ങനെയുള്ള വീഡിയോസ് ആണ് ഇഷ്ടമെന്ന്. അപ്പൊ ഈ ഒരു ഇമോഷണൽ വീഡിയോ ഇടുമ്പം കൂടുതൽ കമന്റ്സും കിട്ടും, വ്യൂസും കിട്ടും. അപ്പൊ നമ്മൾ ഇതിനനുസരിച്ചുള്ള വീഡിയോ ഇടാൻ തുടങ്ങും. അപ്പൊ യഥാർത്ഥത്തിൽ ആളുകൾക്ക് ചിരിക്കുന്നതിനെയും കാട്ടി ഇഷ്ടം ചിന്തിക്കുന്നതും ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇഷ്ടം. അതുകൊണ്ടാണ് പിന്നെ നമ്മള് അങ്ങനത്തെ കണ്ടന്റ് ഇടുന്നത്. സിനിമയിലേക്കൊക്കെ അങ്ങനെ എന്തെങ്കിലും ചാൻസ് അങ്ങനെ അന്വേഷിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരിക്കലും നമ്മള് ബമ്പർ ചിരി പോയായിരുന്നു, പിന്നെ വിളിച്ചു, പിന്നെ നമ്മള് പോയി.
പോയില്ല. സിനിമയിൽ അവസരം കിട്ടിയ പോവില്ല, അങ്ങനെയാണോ? അങ്ങനെ ഇല്ല, വിളിച്ചാ പോകും. കുഴപ്പമില്ല, വിളിച്ചോ. പക്ഷെ ഞങ്ങൾ പക്ഷെ ഇപ്പൊ പോവാൻ ആഗ്രഹമില്ല. ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു സമയത്തുണ്ടായിരുന്നു. ഇപ്പൊ എല്ലാരും ജോലി ചെയ്യല്ലേ, ആണോ? അല്ലല്ലേ യൂട്യൂബില് ക്ലാസ്സിലൊക്കെ മാത്രം. ഓ, ഇതങ്ങനെ ഒരു ഗുണമുണ്ട്. ഞാനും പണിക്ക് പോണ്ട അല്ലേ? അതെല്ലാരും പറഞ്ഞിട്ടില്ല. ഞാൻ ഡിഗ്രി ചെയ്യുവാണ്. ഡിഗ്രി ചെയ്യാണ്. ആയിട്ട് ഓക്കെ. അപ്പം അങ്ങനെ എല്ലാരും ഇങ്ങനെ ഒരു തെറ്റായതാണ്, ഞാൻ തമാശക്ക് പറഞ്ഞാട്ടോ. ഇങ്ങനെ എന്താ പറയാ, ഇപ്പൊ ഒരു പണിക്കൊന്നും പോണ്ടല്ലോ. ഇല്ല, ഇപ്പൊ കേരളത്തിൽ പഠിച്ച പണി ഇല്ലല്ലോ. ഞാൻ ഡിഗ്രി എടുത്തു, BEd എടുത്തു, PG എടുത്തു, എന്നിട്ട് പണിയും ജോലിയൊന്നും കിട്ടുന്നില്ല. എവിടെയായിരുന്നു പഠിച്ചതും കാര്യങ്ങളൊക്കെ? ആറ്റിയം കോളേജിലായിരുന്നു ഇവിടെ BA ചെയ്തത്. ഇക്ബാലിലായിരുന്നു BEd, PG കാര്യവട്ടത്ത്. ഇവള് MBA കഴിഞ്ഞു. വർക്കലയിലായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയാ, നേരത്തെ ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേനും കളറിന്റെ പേരിൽ ഒരുപാട് കളിയാക്കലുകൾ ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. ഞാനും ചില കമന്റ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ തന്നെ ആ വീഡിയോസിന്റെ താഴെ അതിന്റെ കമന്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എത്രത്തോളം വിഷമം ഉണ്ടാവുന്നത് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. എങ്ങനെയായിരുന്നു അതൊക്കെ ഓവർകം ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു? ഓവർകം ചെയ്ത് ഇപ്പോഴും കളിയാക്കുന്ന ആൾക്കാരുണ്ട്. അത് ഫാമിലിയിൽ തന്നെ ഉള്ള ആൾക്കാർ. പുറത്തുനിന്നും ഉണ്ട്, കൂടെ പഠിച്ചവരുണ്ട്, സീനിയേഴ്സ് ആയിട്ടുള്ളവരെയൊന്നും കളിയാക്കൽ കേട്ടിട്ടുണ്ട്, ഫാമിലിയിൽ നിന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം എനിക്ക് ഓവർകം ചെയ്യാൻ ഇവരാണ് എന്നെ സഹായിച്ചത്. ഞാൻ ഇത്രയധികം സംസാരിക്കുക പോലും ഇല്ലായിരുന്നു. ആരെങ്കിലും വീട്ടിൽ വന്ന റൂമിനകത്ത് കയറി ഇരിക്കും, അതായിരുന്നു ഞാൻ. ഇവിടെ കല്യാണം കഴിച്ച് വന്നതിന് ശേഷം ഇവളാണ് എന്നെ മാറ്റിയെടുത്തത്. എന്നുവെച്ചാല് എന്തായിരുന്നു ആൾക്കാർ പറഞ്ഞോണ്ടിരുന്നത്? അതായത് വെറുതെ ഇങ്ങനെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒന്നും പറയില്ലല്ലോ. എന്ത് ഡ്രസ്സ് ഇട്ടാലും ഇത് കൊള്ളൂല, അല്ലെങ്കിൽ നമ്മൾ അത്രയും ഇഷ്ടപ്പെട്ടായിരിക്കും ആ ഡ്രസ്സ് വാങ്ങിച്ചിട്ടത്. അപ്പോൾ ഇതെന്തോന്ന്, ഷാമിയാന പന്തല, ഈ തുണി കൊള്ളൂല, നിനക്ക് ഇട്ട ചേരൂല, ഈ കളർ കൊള്ളൂല, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരിക്കൽ കോളേജിൽ, അപ്പം ഞാൻ ചേർന്ന ടൈം, ഒന്നാമത് എനിക്ക് ആ കോളേജ് ഇഷ്ടമല്ലാതെ ഞാൻ അവിടെ പോയത്. അപ്പോൾ ഞാൻ ഇൻ്റർവെൽ ടൈമിന് വരാന്തയിൽ കൂടി ഇങ്ങനെ നടന്നപ്പം സീനിയേഴ്സ് ബോയ്സ് അവിടെ കിടന്ന് ബഹളം വെച്ച് ഇങ്ങനെ നിൽക്കുന്നപ്പം ഞാനിങ്ങനെ അതുവഴി നടന്നു പോയപ്പോൾ ഒരു ചെറുക്കൻ, എൻ്റെ അടുത്ത് വന്ന ഒരു ചെറുക്കനെ പിടിച്ച് മാറ്റിയിട്ടറിഞ്ഞു, മാറുന്നില്ലടാ, തൊട്ടാ കറുത്തു പോകുമെന്ന്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമായത്. കുഴപ്പമില്ല, നമുക്കത് മനസ്സിലാവും പെട്ടെന്ന്. എനിക്ക് തോന്നുന്നു ഇപ്പൊ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ സുന്ദരി എന്ന് പറയണ ഇവളാണ്. മുത്തി ചേച്ചിയുടെ കാണാൻ എന്ത് സുന്ദരി, എല്ലാ കമന്റിലും നമ്മളെയൊക്കെ മറികടന്ന് ഇവളാ നിങ്ങൾ കൂടെ നിൽക്കുമ്പോഴാണ് ആൾക്കും ആ ഒരു നമ്മളെയും കേട്ട് ഇവക്ക് ഭയങ്കര കാണാൻ നല്ല ഐശ്വര്യമാണ്. അത് താഴെ ഒരുപാട് കമന്റ്സും കാര്യങ്ങളും നിങ്ങൾ നേരിട്ട് കാണുമ്പോഴേക്കും നിങ്ങൾ എവിടെയെങ്കിലും മാളിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ സ്റ്റുഡിയോയിൽ പോകുമ്പോഴോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എന്താ പറയാ, ആളുകളൊക്കെ വന്ന് ഫോട്ടോ എടുക്കാനോ അങ്ങനെയൊക്കെ. നമ്മൾ ഈ കണ്ടന്റ് വീഡിയോസ് ചെയ്യുമ്പോൾ ചിലപ്പം അമ്മ വേഷമൊക്കെ ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ അത് കണ്ടിട്ട് നേരിട്ട് കാണുമ്പോൾ ആൾക്കാർ അയ്യോ നിങ്ങൾക്ക് ഇത്ര പ്രായം കുറവായിരുന്നോ എന്ന് ചോദിക്കും. നമുക്ക് ഭയങ്കര 10-35 ആ ഒരു ഏജ് ഉണ്ടെന്ന് വിചാരിക്കും. ആ മുടിയൊക്കെ നരപ്പിച്ച് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പൊ നേരിട്ട് കാണുമ്പോ അയ്യോ ഇത്രയും കൊച്ചു പിള്ളേരാണ്, നല്ല സുന്ദരികളാണല്ലേ. ഞാളിനി കമന്റ് സുന്ദരി അല്ലെന്ന് പറയണ അങ്ങനെയൊക്കെ വന്ന് പറയും. ഇപ്പൊ ഈ ഭയങ്കര ആന്റിമാരുടെ വേഷങ്ങളൊക്കെ ചെയ്യുന്ന ഇതുണ്ടല്ലോ, മുടിയൊക്കെ മറ്റേ പൗഡറൊക്കെ ഇട്ടിട്ട്. അപ്പം ഇത് ഒരുപാട് പ്രായമായിട്ടുള്ള വേഷങ്ങളൊക്കെ ചെയ്യുമ്പോ അങ്ങനെ എന്തെങ്കിലും മാറി നിൽക്കാറുണ്ട്? അതിൽ നിങ്ങൾ ആരാണ് അത് ഒരു മടിയും കൂടാതെ ഞാൻ ചെയ്തോളാം അത് ഏറ്റെടുക്കുന്നത്? മുന്നേ പണ്ട് ഇങ്ങനത്തെ കോളേജ് കുമാരി മാത്രമേ മുന്നേ ചെയ്യുള്ളൂ. ഇപ്പൊ ചെയ്യും. അതെല്ലാം ഞാനും മുക്തയാണ് ഡീൽ ചെയ്തോണ്ടിരുന്നത്. വേഷങ്ങള് ഇപ്പൊ ഞാൻ ചെയ്യുന്നു. അന്നേരം ഒരു മടിയോ കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അല്ലേ? എങ്ങനെയെങ്കിലും വീഡിയോ കണ്ടന്റ് ചെയ്തിട്ടാ മതിയല്ലോ, അങ്ങനെ മാത്രമേ കരുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്കൊരു കുഞ്ഞു ഗെയിം ആയാലോ? റെഡിയാണോ ഗൈസ്? റെഡി അല്ലേ ഗൈസ്? എന്താണ് ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ 4 പേര് ഇങ്ങനെ തിരിച്ചിങ്ങനെ നിരനിരയായിട്ട് നിർത്തും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, ഈ ഒരു പേപ്പർ നിങ്ങളുടെ മുതുകത്ത് വെച്ചിട്ട് ഞാനൊരു പടം വരയ്ക്കും. എനിക്ക് പിന്നെ ഭയങ്കര പടം വരയ്ക്കാൻ നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് ഞാൻ വരയ്ക്കുന്നത് എന്തായാലും അടിപൊളിയായിരിക്കും. പക്ഷെ അങ്ങ് അറ്റത്ത് വരെ എത്തുമ്പോ ആ പടം അങ്ങനെ തന്നെയാണോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഈശ്വര കാത്തോ. തുടങ്ങാം. ഓക്കെ, അപ്പൊ നമുക്ക് പേപ്പർ കൈമാറാം. താങ്ക് യു. അവിടെ കൊടുത്തോളൂ. ടെസ്റ്റ് പേപ്പറിന്റെ ഒരു ഫീൽ കിട്ടും. ശരി കേട്ടോ, തുടങ്ങിക്കോട്ടെ.
അറിയുന്നുണ്ട? അതെ, വരച്ചായിരുന്നു. ഇങ്ങനെയാണ് ഞാൻ അയ്യോ വരച്ചതറിഞ്ഞോ? വെറും വര. മരമാണോ വരയ്ക്കുന്നത്? എനിക്കറിഞ്ഞൂടെ ആണെന്നാണ്. ഞാൻ മരമാണ്. ഇത് കാണാനായിട്ട് നിങ്ങൾക്ക് ചങ്കറപ്പുണ്ടല്ലോ അല്ലേ? അപ്പൊ നമുക്ക് തിരിക്കാൻ മറ്റേ ജയിൽ പുള്ളികൾ എടുക്കുന്ന പോലെ. ഇപ്പോഴോ മനസ്സിലായി ഞാൻ ടെഡി ബിയറിന്റെ കൈയും കാലും വരയ്ക്കുന്നത്. അവിടെ മനസ്സിലായി. എന്നിട്ട് മരത്തിന് കണ്ണു. അവിടെ എന്താ ആപ്പിൾ മരം? ഇതെന്താ റൂട്ട്? ഉരുളക്കിഴങ്ങ് വല്ലാണോ? ഉരുളക്കിഴങ്ങിന്റെ മരം അല്ല, ഉരുളക്കിഴങ്ങിന്റെ മരം നിങ്ങൾ കണ്ടോളൂ. ലാസ്റ്റ് 4 വട്ടം ഇടുന്നു മനസ്സിലായിരുന്നു. ഞാൻ വിചാരിച്ചു ഇനി ടെഡി ബിയർ അല്ല, ഇനി ഞാൻ വരയ്ക്കുന്ന മൂങ്ങ എങ്ങാനാണെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. എന്റെ ടെഡി ബിയർ എങ്ങനെയുണ്ട്? വേറെ ആരുമില്ലെങ്കിൽ ഇത് നിങ്ങള് ഞാൻ വിചാരിച്ച് ആദ്യം ഈ കാലും കൈയൊക്കെ വരച്ചിട്ട് എനിക്ക് ടെൻഷനായി പോയി. പക്ഷെ നിങ്ങൾക്ക് പിന്നെ നന്നായിട്ട് വരയ്ക്കാൻ അറിയുന്നത് കൊണ്ട് കുഴപ്പമില്ല. വട്ടമാണല്ലോ ഇനി വരച്ചത്. എനിക്ക് വരയായിട്ടാണ് തോന്നിയത്. എന്തായാലും ഇത് വരച്ചപ്പോ എനിക്ക് ലവ് പോലെയാണ് തോന്നിയത്. ലവ് വരച്ചു ലവും വരച്ച് കുറെ മുട്ടകളുണ്ട്, പല്ലിന്റെ ഒരു ഷേപ്പ് ഉണ്ട്, മറ്റേ സ്ട്രക്ചറൊക്കെ വരയ്ക്കുമ്പോൾ സാധനമൊക്കെ ആയിട്ട് തോന്നുന്നുണ്ട്. ഡെന്റിസ്റ്റ് ആവാനായിട്ടാണോ പ്ലാൻ? ഓക്കെ ഗൈസ്, അപ്പൊ അടിപൊളിയായിരുന്നു. ടാസ്ക് ഒക്കെ അടിപൊളിയായിരുന്നു. എന്താ പറയാ, കുറച്ച് ചിരിച്ച് ഞാൻ വിചാരിച്ചു, എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഞാൻ ഇത്രയും പടം വരയ്ക്കാൻ കഴിവുള്ള ഒരാളായിരുന്നു ഞാനെന്ന്. എന്നെ നിങ്ങൾ തെളിയിപ്പിച്ചു തന്നു, അതിനൊരുപാട് നന്ദി. അപ്പോൾ നീ കുറേ വീഡിയോസ് ഒക്കെ ചെയ്യണം, നമുക്ക് കാണണം. ഒരുപാട് എന്താ പറയാ, കുറേ കൺസെപ്റ്റുകൾ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ തലയിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വീഡിയോസ് ആയിട്ട് നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇനി കണ്ടിന്യൂസ് വീഡിയോസ് ഒക്കെ ഇട്ട് ഈ കല്യാണത്തിന്റെ തിരക്കായതുകൊണ്ട് അതിന് സമയം ഇനിയും ടൈം ഉണ്ട്. മുത്തിന്റെ നേർത്താണ്. അപ്പൊ ഇവര് രണ്ടുപേരും കല്യാണം ആവാറായെന്നുണ്ടെങ്കിൽ അടുത്ത ആള് അതെടുത്ത് മാനേജ് ചെയ്യാ, അതെ കോർഡിനേറ്റ് ചെയ്തപ്പോ ഇവർക്ക് സമയം കിട്ടിയെന്നല്ല. ഇപ്പൊ കല്യാണം കഴിഞ്ഞാൽ ഞാൻ വീഡിയോ പിടിക്കാൻ ഇറങ്ങണമെന്ന് തോന്നുന്നു. വേണ്ടി വരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ എന്നൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം വരാനും പറഞ്ഞു കൊടുക്കുമ്പോ വീഡിയോ എടുത്ത് അയക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടെ നിൽക്കുമ്പോ അങ്ങനെയാണ് പറഞ്ഞു തരും, ഇവിടെ നിന്ന് എടുത്ത് എടുത്തു തരും. അപ്പൊ ദൂരേക്കാണോ ഇനി പോകുന്നതൊക്കെ? ആണല്ലേ. അപ്പൊ വിഷമൊന്നുമില്ല നിങ്ങക്ക്? ഉണ്ട്. കരയണം. എന്നെ കൂടെ ഒന്ന് കാണാൻ പിടിച്ച് കരയണം ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ഇനി ആളുകൾ വിചാരിച്ചല്ലോ ഞങ്ങക്ക് ബോണ്ടിങ്. അപ്പൊ അടിപൊളി ഗൈസ്, കാണാൻ പറ്റിയതിൽ സന്തോഷം. അപ്പൊ ഇനിയും കാണാം. ബൈ.